ബുദ്ധിമാനായ കൃഷിക്കാരൻ. ഒരിടത്തൊരിടത്ത് 2 കർഷകരുണ്ടായിരുന്നു. രാമുവും ദാമുവും എന്നായിരുന്നു അവരുടെ പേര്. അവർ 2 പേരും ദരിദ്രരായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവർ കഷ്ടപ്പെട്ടിരുന്നു. കുട്ടികൾ വിശന്ന് കരയുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവർ രാജാവിനെ കണ്ട് സങ്കടം പറഞ്ഞു. പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനായ ആ നല്ല രാജാവ് അവർക്ക് 10 ചാക്ക് നെല്ല് വീതം നൽകി. രാമുവും ദാമുവും സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. രാമു കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് വിരുന്ന് നൽകി. വിരുന്നിന് വന്നവരെല്ലാം രാമുവിനെ പുകഴ്ത്തുകയും വിരുന്നു നൽകാത്ത ദാമുവിനെ കളിയാക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് പൊങ്ങച്ചക്കാരനായ രാമു സന്തോഷിച്ചു. ദാമു ആകട്ടെ ആ നെല്ലിൽ കുറച്ചെടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് നെല്ല് നൽകി ഒരു കാളയെ വാടകയ്ക്കെടുത്ത് കൃഷിനിലം ഉഴുതുമറിച്ചു. നെല്ല് പാകി. ദാമുവിൻ്റെ കൃഷി നന്നായി വന്നു. പിന്നെയും പിന്നെയും കൃഷി ചെയ്ത് ദാമു ആ നാട്ടിലെ പണക്കാരനായി മാറി. ദാമു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിരുന്ന് നൽകി. എല്ലാവരും ദാമുവിനെ പുകഴ്ത്തി. പക്ഷേ ദാമു ആകട്ടെ എല്ലാത്തിനും ദൈവത്തിനും സഹായിച്ച രാജാവിനും വിരുന്നിനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവർക്കും ദാമുവിനെ ഒരുപാട് ഇഷ്ടമായി. ദരിദ്രനായ രാമുവിനെ ആരും കണ്ട ഭാവം പോലും കാണിച്ചില്ല. തന്നെ സഹായിച്ച രാജാവിനെ ചെന്ന് കണ്ട് വില കൂടിയ സമ്മാനങ്ങൾ നൽകാനും ദാമു മറന്നില്ല. ബുദ്ധിമാനായ ദാമുവിനെ രാജാവ് ഗ്രാമത്തലവനായി വാഴിച്ചു. പഴയ കൂട്ടുകാരനായ രാമുവിന് കൃഷി ചെയ്യാനുള്ള സഹായവും ദാമു നൽകി. ഒപ്പം ഒരു ഉപദേശവും: വിത്തെടുത്ത് ഉണ്ണരുത്. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, നമ്മുടെ സമയവും പണവും നമ്മൾ ദാമുവിനെ പോലെ ആണോ ചിലവാക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വലിയ നേട്ടങ്ങൾ നേടാൻ ചെറിയ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ നമ്മൾക്ക് ഏവർക്കും മനസ്സുണ്ടാവണം. നന്ദി, നമസ്കാരം.